ഏതുവഴിയാ പോകുന്നേ? ഒന്നും കാണുന്നില്ല. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കക്കാരെ വിയറ്റ്നാംകാരെങ്ങനെയാണ് തുരത്തി ഓടിച്ചത് എന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിന്ന് പോകുന്നത്. യെസ്, ഗുഡ് മോർണിംഗ് ഫ്രം ഹോച്ചിമിൻ സിറ്റി. ബാഗെല്ലാം കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. നമ്മളിന്നൊരു മനോഹരമായിട്ടുള്ള കുച്ചി ടണൽ എന്ന് പറയുന്ന ഏകദേശം ഒരു 200 കിലോമീറ്ററോളം വരുന്ന അണ്ടർഗ്രൗണ്ട് ടണലിൻ്റെ ഏതാനും പ്രസക്ത ഭാഗങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാനിന്ന് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ടെക് ട്രാവൽ ഇറ്റ് കൊച്ചി ടു ലണ്ടൻ KL to UK യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സമയം രാവിലെ 7:30 ഞാനൊരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൂറിൻ്റെ ഗൈഡ് എൻ്റെ താഴെ വന്ന് ഇപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട്. 7:30 രാവിലെ എന്ത് സണ്ണിയാണെന്ന് നോക്കിയ വെതർ. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു, പെരുമഴയായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയ നല്ല അടിപൊളി വെതറും. So you are the guide? Yeah. What's your name? My Vietnamese name is An. A-N-H. You call me An or you can call me Jackie. Jackie Chan is my idol. Okay. I'll call you Jackie. That's better. കുച്ചി ടണൽ പോകാനായിട്ട് ഞാനൊരു പ്രൈവറ്റ് ടൂറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹാഫ് ഡേ ടൂറാണ്. അപ്പോൾ ഗൈഡും അതേപോലെ തന്നെ എനിക്ക് ഉള്ള വണ്ടിയും വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹായ്. Hello. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? Fine and you? താങ്ക് യു. എനിക്ക് രാവിലെ 2 കുപ്പി വെള്ളവും പിന്നെ ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ യാത്രയുണ്ട് നമ്മൾ കുച്ചി ടണൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രാഫിക് എടുക്കുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. Just like North Korea and South Korea. Yeah. North Vietnam was a communist country, communist party. The center of Vietnam, there was a border. It's in the 17th parallel. Okay. And we call it the DMZ. Okay. Demilitarized zone. Okay. Yeah. So North government. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാനിവിടെ എത്തിയിരിക്കുകയാണ് കുച്ചി ടണലിൻ്റെ അവിടെ. നമ്മുടെ ജാക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ രാവിലെ വന്നില്ലെങ്കിൽ പിന്നെ തിരക്കായിരിക്കും. ഇതൊരു വലിയ ഏരിയ കേട്ടോ, എൻ്റെ പൊന്നെ. Vietnamese veterans. ഓക്കെ. ഓക്കെ, പട്ടാളക്കാർ. അപ്പോൾ വെൽക്കം ടു കുച്ചി ടണൽസ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറേ നടന്ന് കാണാനുണ്ട്. നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ സമയം ഇവിടെ ചിലവഴിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 1 by 1 ഐഡിയ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കിനും നമ്മൾ വാർ മ്യൂസിയത്തിൽ പോയി കണ്ടില്ലേ, അതേപോലെ തന്നെയുള്ള അമേരിക്കൻ പട്ടാളത്തിൻ്റെ കുറേ പഴയ സാധന സാമഗ്രികൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാം. അവരുടെ ടാങ്കുകളും അവരുടെ വിമാനങ്ങളും. പക്ഷേ വാർ മ്യൂസിയത്തിൽ നമ്മൾ കണ്ടത് വളരെ പുതിയ സംഭവങ്ങളാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പഴയതായിട്ടുള്ള ഇവരുടെ കുറേ എക്യുപ്മെൻറ്റ്സാണ്. എന്തോന്നടി ഇത്? ശരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് അമേരിക്കക്കാർ വിയറ്റ്നാമിൽ എന്തൊക്കെ പരിപാടികളാണ് കാണിച്ചത്, വിയറ്റ്നാംകാരെങ്ങനെയാണ് അമേരിക്കൻ സൈന്യത്തെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ച് ഇവരുടെ രാജ്യം സ്വതന്ത്രമാക്കിയത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ രാവിലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒട്ടും മെയിൻറ്റൈൻഡ് അല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റേ സ്ഥലത്ത് നമ്മൾ പോയപ്പോഴത്തേക്കിനും വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. എന്ത് ജൈജാൻറ്റിക് ലുക്കാണല്ലോ ഈ സാധനങ്ങൾ കാണാനായിട്ട്. ഇവരുടെ ഒരു പഴയ ഹെലികോപ്റ്റർ നമ്മൾ ഈ ഇന്ത്യയുടെ പാകിസ്ഥാൻ ബോർഡർ പല ഭാഗങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും ഈ പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്ത കുറേ ടാങ്കുകളും കുറേ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ സംഭവം പണ്ട് ഇവർ യുദ്ധം ചെയ്ത സംഭവങ്ങൾ സമയത്തുള്ള സാധന സാമഗ്രികൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതും ഇവർ പിടിച്ചെടുത്തതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കാണുന്നത്. നമ്മളിനിയിപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് ഇവിടെ ഇട്ടിരിക്കുന്ന ബോംബുകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇത് വേറെ ലെവൽ സ്ഥലമാണത്. ഇത് ഭയങ്കര വലിയൊരു ഏരിയ ആണ്. ഈ ഇത്രയും വലിയ ഏരിയയിൽ ഇവിടെ പല രീതിയിൽ നമുക്ക് ടൂർ നടത്താം. ഹാഫ് ഡേ ടൂർ, ഫുൾ ഡേ ടൂർ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ടൂറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ഗൈഡിൻ്റെ കൂട്ടത്തിലോ വരുന്നതാണ് റെക്കമെൻഡബിൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല, അതാണ് പ്രശ്നം. So that's easy for them to move down to the tunnels. Okay. Very light, about 4 kilos, 3 or 4 kilos only. Okay. ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ സമയത്ത്
ഇവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന കുറേ ഗണ്ണും അവരുടെ കുറേ എക്യുപ്മെൻറ്റ്സൊക്കെയാണ് ഇവിടെ ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കുറേ ഗണ്ണുകൾ കാണാൻ പറ്റും. അതിനകത്ത് AK-47 മുതൽ ഇവിടെ ഇവർ വിയറ്റ് കോൺഗിൻ്റെ ആൾക്കാരുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ഗണ്ണുകൾ വരെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് നമ്മുടെ പെട്രോമാക്സ് ലൈറ്റ് എൻ്റെ വീട്ടിലിരിക്കുന്ന സാധനം, ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ഗണ്ണുകളാണ്. അതായത് ഈ വളരെ തിന്നായിട്ടുള്ള കുറേ ഗൺസ് ഇവർ യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ടണൽസിലൂടെ ഇവർക്ക് ഈസി ആയിട്ട് ഈ ഗണ്ണും കൊണ്ട് നുഴഞ്ഞു പോയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവർ ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിയറ്റ്നാമിൻ്റെ ചരിത്രം എന്താണെന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഈ സൗത്ത് വിയറ്റ്നാം, നോർത്ത് വിയറ്റ്നാം എന്നും പറഞ്ഞുകൊണ്ട് 2 സ്ഥലം ഉണ്ടായിരുന്നു. ഈ നോർത്ത് വിയറ്റ്നാം, അതായത് ഹാനോയ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഭാഗം, ആ നോർത്ത് വിയറ്റ്നാം ശരിക്കും USSR, അതായത് റഷ്യയും, അതായത് സോവിയറ്റ് യൂണിയനും ചൈനയും സപ്പോർട്ട് ചെയ്തിരുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സ്ഥലമായിരുന്നു നോർത്ത് വിയറ്റ്നാം എന്ന് പറയുന്നത്. പക്ഷേ സൗത്ത് വിയറ്റ്നാം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഹോച്ചിമിൻ സിറ്റിയൊക്കെ ഉൾപ്പെടുന്ന സൗത്ത് വിയറ്റ്നാം എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു, USA ആയിരുന്നു. അപ്പോൾ അമേരിക്കൻ സപ്പോർട്ടിൽ ഉള്ള ഒരു ഭാഗമായിരുന്നു ഈ ഒരു സൗത്ത് വിയറ്റ്നാം. അപ്പോൾ ഇവിടുത്തെ അമേരിക്കക്കാർ ആ സമയത്ത് ചൂഷണത്തിൽ ഇടവരുത്തി ഇവരെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തി, അറിയാമല്ലോ ആ ഒരു രീതി എന്താണെന്ന് അറിയാമല്ലോ. അങ്ങനെ വളരെയധികം പ്രശ്നങ്ങളുണ്ടായ സമയത്ത് നോർത്ത് വിയറ്റ്നാം ആളുകൾ വിയറ്റ് കോൺഗ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഗൊറില്ല കമ്മ്യൂണിറ്റി ഉണ്ടായി. അതായത് വിയറ്റ് കോൺഗ് എന്നാണ് അതിനെ അമേരിക്ക വിളിച്ചിരുന്നത്. അതായത് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് ഒരു ഇതിനെയാണ് വിയറ്റ് കോൺഗ് എന്ന് പറയുന്നത്. ആ ഒരു വിയറ്റ് കോൺഗ് എന്ന് പറയുന്ന ഗറില്ലകളാണ് സത്യം പറഞ്ഞാൽ ലാവോസ്, കംബോഡിയ വഴി ചുറ്റിക്കറങ്ങി എവിടേക്കെത്തിയത് നമ്മളിപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് കംബോഡിയൻ രാജ്യത്തിൻ്റെ ഒരു ബോർഡറിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് കംബോഡിയൻ ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു 75-80 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോച്ചിമിൻ സിറ്റിയായി. അപ്പോൾ നമ്മളിപ്പോൾ 50 കിലോമീറ്റർ യാത്ര ചെയ്തെത്തിയിരിക്കുന്നത് കംബോഡിയൻ അതിർത്തിക്കടുത്താണ്. അതായത് നമ്മൾ ലാവോസിൽ പോയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ലാവോസിലാണ് ഏറ്റവും കൂടുതൽ ബോംബുകൾ വീഴപ്പെട്ട രാജ്യം എന്നുള്ളത്. ഓർമ്മയുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ എന്താ സംഭവം എന്നുള്ളത്? അതായത് ഈ നോർത്ത് വിയറ്റ്നാമിനും സൗത്ത് വിയറ്റ്നാമിനും മധ്യഭാഗത്തായിട്ട് ഒരു ലൈനുണ്ട്. ഈ ലൈൻ ശരിക്കും ഈ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പട്ടാളക്കാർക്കും ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അതിർത്തിയായിരുന്നു. അപ്പോൾ നോർത്ത് വിയറ്റ്നാം ആളുകൾക്ക് സൗത്ത് വിയറ്റ്നാം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, അവിടെ നിന്ന് ലാവോസിൽ കയറി ലാവോസിൽ നിന്നും കംബോഡിയ വഴിയാണ് അവർ ഈ കാണുന്ന ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ടണൽസിൻ്റെ ഭാഗത്തേക്ക് എത്തിയത്. ഇവിടെ ആക്ച്വലി ടണൽസ് ആദ്യം നിർമ്മിച്ചത് ഫ്രഞ്ചുകാരുമായിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. അത് ഫ്രഞ്ച് അറിയാമായിരുന്നല്ലോ, പണ്ട് അമേരിക്ക വരുന്നതിന് മുമ്പ് ഇത് ഫ്രഞ്ച് കോളനിയായിരുന്നു. ആ ഫ്രഞ്ചുകാരിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ടണൽ നിർമ്മിച്ചത്. അതിനുശേഷം അമേരിക്കൻ പട്ടാളത്തോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി നോർത്ത് വിയറ്റ്നാം ആളുകൾ ഇവിടെ വന്നിട്ട് ഈ ടണൽസ് കൈയടക്കി അവർ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വീണ്ടും വലിയ രീതിയിൽ വലിയൊരു ടണലിൻ്റെ അടിയിൽ വലിയൊരു ടൗൺഷിപ്പൊക്കെ ഉണ്ടാക്കി അത്തരത്തിലാണ് ഈ കുച്ചി ടണൽസ് എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ ഈ ലാവോസ്, കംബോഡിയ വഴി ഈ നോർത്ത് വിയറ്റ്നാം ആളുകൾ സൗത്ത് വിയറ്റ്നാമിലേക്ക് വന്ന ആ ഒരു ട്രെയിലിനെ ഹോച്ചിമിൻ ട്രെയിൽ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ വിയറ്റ്നാം ആളുകൾ, നോർത്ത് വിയറ്റ്നാമിലെ ആളുകൾ സൗത്ത് വിയറ്റ്നാമിലേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് അമേരിക്ക അന്ന് കംബോഡിയയിലും ലാവോസിലും ബോംബുകൾ വർഷിച്ചത്. നമ്മൾ ലാവോസിൽ പോയപ്പോഴത്തേക്കിനും ഇതുപോലെയുള്ള ബോംബുകൾ ധാരാളം പൊട്ടാത്തത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഷെല്ലും കൊണ്ട് സ്പൂൺ ഉണ്ടാക്കുന്ന ആളുകളെ കാണാൻ നമ്മൾ പോയില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇപ്പോൾ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിയറ്റ്നാം വരുന്നതിന് മുമ്പ് എന്താണ് ലാവോസ്, എന്താണ് കംബോഡിയ, ഈ ഇരു രാജ്യങ്ങളും കണ്ട് അവിടുത്തെ ചരിത്രം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു എൻ്റയർ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് നമ്മൾ ലാവോസിലും കംബോഡിയയിലും കണ്ടത്? എന്തിനാണ് അമേരിക്ക ലാവോസിലും കംബോഡിയയിലും ബോംബിട്ടത്? എന്തിനാണ് അമേരിക്ക ഇവിടെ കിടന്ന് കളിച്ചത്? ഏകദേശ ധാരണ മനസ്സിലായില്ലേ? അതായത് അമേരിക്ക ഇവിടെ ഈ ഭാഗത്ത് ഒരു USSRനെ പ്രതിരോധിക്കാൻ ഒരു ബേസ് വേണമായിരുന്നു. അതിനാണ് സത്യം പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ പല പരിപാടികളും നടത്തിയത്. അപ്പോൾ അങ്ങനെ വിയറ്റ്നാം വാർ എന്നറിയപ്പെടുന്ന ആ ഒരു ഗറില്ലകളുടെ യുദ്ധം അവരിവിടെ വന്ന് സൈഗോൺ കീഴടക്കിയിട്ട് നമ്മൾ റീയൂണിഫിക്കേഷൻ മെമ്മോറിയലിൽ പോയ സമയത്ത് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതാണ്. അതൊക്കെ ഇതിനു മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ചെന്നിട്ട് സൈഗോൺ കൈയടക്കി ഈ ഒരു രണ്ട് വിയറ്റ്നാം, നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും തമ്മിലുള്ള ആ ഒരു റീയൂണിഫിക്കേഷൻ ചെയ്ത് അമേരിക്കയെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചത്. അപ്പോൾ
ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടണലും ആ ടണലിലെ ജീവിതവും ഇവിടുത്തെ ട്രാപ്പുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ റിയൽ ജംഗിൾ പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ ടണലുകളുണ്ട്, എവിടെയൊക്കെ ഇവർക്ക് ട്രാപ്പുകളുണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ വന്ന് കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അത് കറക്റ്റ് നമ്മുടെ ടൈം സേവ് ചെയ്ത് നമുക്ക് ഇവർ നമ്മളെ കണ്ടുപിടിച്ച് തരും. യെസ്. Okay. On the way, sometimes you see the hill like that one, this one, the whole here. They are air ventilation. Air ventilation. They make it look like an ant hill or termite mound to camouflage. Okay. They have to hold down to the second level or the third level for oxygen. Yeah. Okay. ഉണ്ടോ? നമ്മളായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മറ്റേ എന്താ പറയുക ചതൽപ്പുറ്റാണെന്നാണ്. പക്ഷേ അത് എയർ വെന്റിലേഷനാണെന്ന് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ 5 മീറ്റർ, 6 മീറ്റർ, 7 മീറ്റർ, 8 മീറ്റർ, 9 മീറ്റർ, 10 മീറ്റർ താഴ്ചയിലൊക്കെ കിലോമീറ്റർ കണക്കിന് വരുന്ന ടണലുകളാണ് നമുക്ക് ഉള്ളത്. അതിൽ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഈ ടണലുകളിൽ തന്നെ പലതരത്തിലുള്ള മുറികളുണ്ട്. അതായത് ഇവർ താമസിക്കുന്ന മുറികൾ, ഇവർ കിടന്നുറങ്ങുന്ന മുറികൾ, ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്ന മുറികൾ, ഇതിനകത്ത് എന്തെങ്കിലും ടോക്സിക് ഗ്യാസുകൾ വരികയാണെങ്കിൽ അത് പുറത്തേക്ക് പോകാനുള്ള വെന്റിലേഷൻ സിസ്റ്റം, താഴേക്ക് വായു കയറാനുള്ള വെന്റിലേഷൻ സിസ്റ്റം, വെളിച്ചത്തിനുള്ള സിസ്റ്റം, അങ്ങനെ പല പരിപാടികൾ ചെയ്ത് എത്ര വർഷം ആളുകൾ അമേരിക്കക്കെതിരെ പോരാടിയ ആ ഒരു ടണലുകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാവേണ്ടത്. ഈ ഗൊറില്ലകളുണ്ടല്ലോ, മറ്റേ വിയറ്റ്കോങ്ങിൻ്റെ ആൾക്കാർ, ഈ ടണലിൽ ജീവിച്ച ആൾക്കാർ. അപ്പോൾ ഇവർ എത്തരത്തിലുള്ള എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇവർക്ക് ഇതിനകത്ത് ഈ ടണലാകുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ധാരാളം ഇൻസെക്ട്സ് ഉണ്ടാവും. ഈ ഇൻസെക്ട്സിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് ഇതുപോലത്തെ ഒരു ഷാൾ ഉണ്ടാവും. പിന്നെ ടോർച്ചും മറ്റ് സംഭവങ്ങൾ ഇവരുടെ ഇതിനകത്തുണ്ടാവും. പിന്നെ വെള്ളത്തിന് വേണ്ടിയുള്ളൊരു സംഭവം. പിന്നെ ഇവർ സ്കാർഫ് ഉപയോഗിക്കും. അതായത് ഈ അമേരിക്കക്കാർ ഈ ടണലിലേക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള വാതകങ്ങളൊക്കെ കടത്തിവിട്ട് ഇവരെ കൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറേ പ്രതിരോധങ്ങൾ ഇവർക്കുണ്ടാവും. പിന്നെ ടയർ, റീസൈക്കിൾ ചെയ്ത ടയർ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അതായത് ഈ ടണലിനുള്ളിൽ ഭൂരിഭാഗം സമയവും ഇരുട്ടാണല്ലോ. അപ്പം ശത്രുക്കളായിട്ടുള്ള ആളുകൾ ഈ ടണലിൽ കയറി കഴിഞ്ഞാൽ ഇവരെ കൊല്ലുന്നതിന് വേണ്ടി ഇവർ മണത്താണ് ശത്രുവിനെ കണ്ടുപിടിച്ചിരുന്നത്. അതായത് ഈ ബോട്ടിൻ്റെ നാറ്റവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു മണമുണ്ട്. ഈ മണം ഇല്ലാത്ത ആൾക്കാരെ ഇവർ കൊല്ലുമായിരുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നത്. കൊലപാതകം എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ടണലിൽ ഉള്ളിൽ ജീവിച്ച് ഇവർക്ക് മലേറിയ പോലെയുള്ള പല അസുഖങ്ങളും പല എന്താ പറയുക മാറാരോഗങ്ങളും അങ്ങനെ ഈ വെളിച്ചമില്ലാതെ ഈ ഭൂഗർഭത്തിൽ പല രീതിയിലുള്ള സാഹചര്യത്തിൽ ജീവിച്ച് അങ്ങനെയുള്ള ധാരാളം രോഗങ്ങൾ വന്നും ധാരാളം ആളുകൾ മരണപ്പെടുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഈ വെടിവെച്ചും ബോംബ് ചെയ്തുമൊക്കെ കൊന്ന ആളുകളുടെ അത്രയും തന്നെ ആളുകൾ ഇതുപോലെയുള്ള രോഗാവസ്ഥ വന്നിട്ടും മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയൊരു ഫാക്റ്റ്. ഓക്കെ. The red area is a free bombing zone. It was the tunnel system. Oh, this was the tunnel system. Yeah. Okay. 200 kilometers in the wartime. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് കംബോഡിയ അതിർത്തി കടന്ന് ഇവിടെ വന്നിട്ട് ഇവർ താവളമാക്കിയിട്ടാണ് ഇവർ സൈഗോണിനെ ആക്രമിച്ചത്. സൈഗോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഹോച്ചിമിൻ സിറ്റി. അപ്പോൾ ഹോച്ചിമിൻ സിറ്റി ആക്രമിക്കാനായിട്ട് ഇവർ കണ്ടെത്തിയ ഒരു സേഫ് ആൻഡ് സ്പോട്ടായിരുന്നു ഈ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ. 3 level tunnels. Okay. First level 2 or 3 meters deep. 2-3 മീറ്ററിലാണ് ആദ്യത്തെ ലെവല്. ഓക്കെ. Second level 5 to 6 meters. 5-6 മീറ്റർ. ഓക്കെ. Yes. Third level 7 to 8 meters. ഓക്കെ. Yeah, the third level have an emergency access connect to the Saigon River. മൂന്നാമത്തെ ലെവലിൽ നിന്ന് സൈഗോൺ നദിയിലേക്കുള്ള എമർജൻസി എക്സിറ്റ്. എന്ത് അടിപൊളിയല്ലേ. In case American try to kill them by gas, by chemical toxic, they could swim to the river. Oh. And this is the air ventilation that I show you. Okay. Outside. Okay. It's well planned one, right? Yeah. In the sometime American move to the tunnel to kill the Viet Cong, we call them tunnel rats. Tunnel rats. Yeah, and we set up the traps like this for the tunnel. Oh, tunnel traps. Okay. I mean tunnel traps. The trap for the tunnel rats. Oh, tunnel trap for the tunnel rats. Yes. Okay, I think we will be seeing that, right? The trap. Yeah, I show you. This is the spine to make the trap. Make from the bamboo. Okay. Sometimes the Viet Cong want to make sure when the enemy fell down, they have to die. So on the top of the spine, they cover by the animal venoms. The snake, scorpion, spider, frogs. Sometimes they replace the animal venom by human shit. Okay. Infection. Okay.
പക്ഷെ എന്തൊക്കെ പരിപാടികളല്ലേ ഇവന്മാർ പണ്ട് കാലത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടില്ലേ, ഈ കാണുന്ന ഇതുപോലത്തെ ചെറിയ മമ്മട്ടി ഉപയോഗിച്ചാണ് ഇവർ ടണലുണ്ടാക്കിയത്. അല്ലാതെ വലിയ മെഷീനും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചല്ല. 1940 1940, right? The first tunnel was constructed in 1940. 1934. Yes. Okay. In French colonial time. ഫ്രഞ്ച് കൊളോണിയൽ ടൈം. ഇനി നമുക്ക് അങ്ങോട്ട് ഇവിടുത്തെ ഈ പട്ടാളക്കാരുടെ പുറകെ പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കാട്ടിനുള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പല സംഭവങ്ങളും നമുക്കറിയാത്തതും അറിയാവുന്നതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു കുഴി കണ്ടില്ലേ, ആ ബോംബ് വന്ന് വീണ കുഴിയാണ്. അപ്പോൾ വലിയ വലിയ ബോംബുകൾ വന്ന് വീണാലും ഇതിനൊക്കെ ഇത്ര ആഴത്തിലേക്ക് ഇതിൻ്റെ ഒരു ഇത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞ പോലെ ഇവർ 7, 8, 9, 10 മീറ്റർ ആഴത്തിലേക്ക് പല ലെവലിൽ ഇവരുടെ ബങ്കർ സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്. ശരിക്കും ഭയങ്കര അഡ്വാൻസ് സിസ്റ്റമായിരുന്നു ബങ്കർ സിസ്റ്റം ഇവർ ചെയ്തത്. ഭയങ്കര നല്ല പരിപാടിയാണ്. കാരണം അവർക്ക് ജീവിക്കണമല്ലോ. അവർ ജീവിച്ചാൽ മാത്രമല്ലേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പല കാര്യങ്ങളും നമുക്കതിൻ്റെയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കിങ്ങനെ നോക്കി ഇത് കണ്ട, ഇതാണ് ഒരു ടണലിൻ്റെ എൻട്രൻസ് ആണ്ടോ. അങ്ങനെ ഞാൻ ടണലിലേക്ക് ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നോ, വേറെ ലെവല്. ഇത് നോക്കിക്കണ്ട് ഇറങ്ങിയില്ല പണിയിട്ട് എൻ്റെ അമ്മേ, തലേക്ക് ഇടിക്കട്ടോ. ഇവര് ഈ സൈഗോൺ നദിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവര് പാചകത്തിനും കുടിക്കാനൊക്കെ ഇതിനകത്ത് എടുത്തുകൊണ്ടിരുന്ന വെള്ളം ഇതാണ്. ഈ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇവർ വെള്ളം കോരി സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ പല സംഭവങ്ങളും കാണാൻ പറ്റും. ഇതെന്തോന്നടേ ഇത്, ഇങ്ങനെ പോണം കേട്ടാ. ഇതിത്ര ഇങ്ങനൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇതുകൊണ്ട് അങ്ങോട്ട് വേറെ ഉണ്ട്, ഇത് ഇങ്ങോട്ട് വേറെ ഉണ്ട്. ഇതിൽ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇതിനകത്ത് ആക്സസ് കൊടുക്കാൻ വേണ്ടി ചില ടണലുകൾ ഇവർ വലുതാക്കി ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയ്യോ, കുനിഞ്ഞ് എന്തോ ഒരു സാധനം എൻ്റെ മേളിൽ കൂടെ ഓടിപ്പോയി കണ്ടോ. ഞർക്കിയിലോ വവ്വാലോ എന്തോ ഒരു സംഭവം. അപ്പോൾ ഒരു ടണലിനകത്ത് കയറി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ തിരിച്ച് നമ്മൾ വേറൊരു ഭാഗത്തൂടെ നമ്മൾ മേളിലേക്ക് കയറുക. എൻ്റെ പൊന്നോ, അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇവർ നമ്മളോട് വരുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ. ടണലിൽ കൂടെ വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. വഴി തെറ്റിപ്പോയാലോ, അതിനായിരിക്കും ഇവർ നമ്മളോട് വരുന്നത്. നമ്മൾ അതിലേക്ക് കൂടെ ഇറങ്ങി ഇതിനടിയിൽ കൂടെ കറങ്ങി ഇത് ഇപ്പുറത്തൂടെ കയറി വന്നു. അയ്യോ, ഒരു ഇച്ചിരി നടന്ന് കുനിഞ്ഞ് അതിനകത്തോടെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് മതിയായി. അപ്പോൾ ഇതിനകത്ത് ജീവിച്ച ആൾക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. എൻട്രൻസ് ആ ടണലിലേക്കുള്ള നോക്കി. ഇത് ഇവിടെ നിന്ന് ഒന്നും എഴുതി വെച്ചിട്ട് പോലും ഇല്ല. ഇവരില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാവില്ലേ. വാവ്. They try to make it small and sometimes they make a fake entrance. Underneath that could be a bomb. Okay. Might bomb or the trap. Trap, okay. ശരി. അതായത് ഈ വിയറ്റ്നാമിലെ ആൾക്കാരൊക്കെ ഇച്ചിരി ചെറിയ മനുഷ്യരാണല്ലോ. അപ്പോൾ അവർക്ക് ജസ്റ്റ് കയറാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ചെറിയ എൻട്രൻസ് ആണ് ഇവരുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ചില സമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്, ട്രാപ്പിൽ വീഴ്ത്താനായിട്ട് ഫേക്ക് ഇതുപോലെയുള്ള എൻട്രൻസുകളും ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. പുള്ളി അതിലൂടെ പോയിട്ട് ഇപ്പുറത്തൂടെ വന്ന് കാണിക്കാമെന്ന്. പുള്ളി അതിലൂടെ ഇറങ്ങി പോകുന്നത്. എൻ്റെ പൊന്നെ, ആ മനുഷ്യൻ അതിനകത്ത് ഇറങ്ങിയതായിരിക്കും. ഓക്കെ, അത് ശരിയാണല്ലോ. നമ്മൾ ഇറങ്ങിയാൽ മാത്രം പോരല്ല, അത് തിരിച്ചടക്കണ്ടേ. അടിപൊളി. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് മനസ്സിലാവത്തേ ഇല്ല. ഓക്കെ, ഓക്കെ. Now he will come here? I don't think so because he's quite big belly. Okay. That's it. അത് ശരി. ചെറിയ മനുഷ്യർക്ക് ഇതിനകത്തൂടെ വരാൻ പറ്റുള്ളൂ, വലിയ ആൾക്കാർക്ക് ഇതിനകത്ത് വരാൻ പറ്റില്ല. ഹലോ പോയി ചേട്ടാ, പോയി. ഓ, he came there. അത് ശരി. ഓ, you reached here. Okay, that's nice. Appreciate. You want to try? Yeah, I wanted to try. ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഇത് മാറ്റി. ഈ ക്ലസ്ട്രോഫോബിയ ഉള്ള ആൾക്കാരൊക്കെ ഈ പരിപാടിക്ക് വരരുത് കേട്ടോ. നിങ്ങൾ പെട്ടു. ഞാൻ ഇതിനകത്ത് ഇറങ്ങുന്നു, കാണുന്നില്ല. അപ്പം എന്തൊക്കെ സൗണ്ട് ഉണ്ട്. Now I have to close this, right? എടുക്കുക, ഇച്ചിരി കരിയിലേക്ക് ഇതിൻ്റെ മേളിലിടുക, എന്നിട്ട് ഇത് തലയിൽ പിടിക്കുക. അപ്പോൾ see you. അയ്യോ,
ഞാനത് അടച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഇത് വേറെ ഏതോ വഴിയാ എന്തോ തൊടി സൗണ്ടൊക്കെ. അയ്യോ ഏത് വഴിയാ പോകുന്നേ? ഒന്നും കാണുന്നില്ല. ഇങ്ങോട്ടാണോ? പോയി നോക്കാം. അയ്യോ ചേട്ടാ എവിടെ? അതെ ഇവിടെ വന്നു. യെസ് ഐ ആം കമ്മിങ് മിസ്റ്റർ ഗോറില്ല. വാവ് അടിപൊളി. ദാറ്റ്സ് നൈസ്. അയ്യാ എൻ്റെ കയ്യിലും ഡ്രസ്സുകളൊക്കെ ഫുൾ ചെളിയും പൊടിയൊക്കെ ആയി. Leave on your hair. It's okay. Now I'm a Viet Cong gorilla. പണ്ട് കാലത്ത് They camouflage by the grass, by leaves like that. When the enemy step on the trap, fall down. Spy waiting for them down there at that. Okay. Okay. That is bamboo, right? Bamboo. Okay. അതായത് ഈ ട്രാപ്പാണിത് ബേസിക്കലി. അപ്പോൾ ഈ പണ്ട് ഈ ഗൊറില്ലകളൊക്കെ വരുന്നില്ല, ഗൊറില്ലകൾ മറ്റേ അമേരിക്കൻ സോൾജേഴ്സൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് അറിയത്തില്ലല്ലോ എവിടെ ചവിട്ടണം. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാപ്പുകൾ ഇവരൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അപ്സൈഡ് ഡൗൺ പറഞ്ഞ് ഇവർ താഴേക്ക് പോകും. അവിടെ താഴെ കൂർത്ത ബാമ്പു മുളയില്ലേ കൂർപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേൽ ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? പലതരത്തിലുള്ള വിഷം പിന്നെ മനുഷ്യൻ്റെ വിസർജ്യം വരെ തൂത്തു വയ്ക്കും. എന്തിനാണെന്നറിയോ? ഇൻഫെക്ഷൻ വരാനായിട്ട്. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങൾ ചെയ്തിട്ടാണ് ഇവർ ആളുകളെ കൊന്നുകൊണ്ടിരുന്നത് ട്രാപ്പിൽ. ഞാൻ രാവിലെ വന്നതുകൊണ്ട് ഇവിടെ ഒറ്റ മനുഷ്യനില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും അല്ല ഇവിടുത്തെ പരിപാടികൾ. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ടൂറിസ്റ്റുകളുടെ ചാകരയാണ് ഇവിടെ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഏത് ദിവസമാണെന്നറിയാമോ? ഇവരുടെ സ്വാതന്ത്ര്യ ദിനമാണിന്ന്. അതായത് പണ്ട് ഫ്രഞ്ചുകാരിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിയ ആ സ്വാതന്ത്ര്യ ദിനമാണ് ഞാൻ ഇന്ന് വന്ന ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. മെഡിക്കൽ ബങ്കർ. ഓക്കെ ഓക്കെ. ഒരു മിലിറ്ററി ഹെൽത്ത് ബങ്കറിലേക്കാണ് ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇവിടെ പണ്ട് ഓക്കെ ഓക്കെ ഇത് കണ്ടോ? പണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്, ഇവരുടെ ഹെൽത്ത് ബങ്കർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകാം. ഈ കുഞ്ഞ് നടക്കുന്ന കേട്ടോ ഇത്. അയ്യോ കുഞ്ഞ് നടപ്പ് കളിക്കും. വാവ് ഇതാരത്? അമ്മേ. പുള്ളി അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നല്ലേ, ഞാൻ പേടിച്ചു പോയി. യു സ്കാഡ് മീ. ഞാൻ പേടിച്ചു പോയി. നോക്കി. അയ്യോ ഇത് ചെറിയൊരു സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബങ്കറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ വേറെ സ്ഥലത്തെത്തി. മീറ്റിംഗ് ബങ്കർ. ഓക്കെ. മീറ്റിംഗ് ബങ്കർ എന്ന് പറഞ്ഞൊരു ബങ്കറിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങി പോകുന്നത്. അതായത് പണ്ട് കാലത്ത് ഇവരുടെ സമയത്ത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളും പരിപാടികളൊക്കെ നടത്തിയിരുന്ന ബങ്കറായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ബങ്കേഴ്സ് സിസ്റ്റം ഒക്കെ നമുക്കിവിടെ കാണാം. ഈ പുള്ളി നടന്നു പോകുന്ന സ്പീഡ് നോക്കി. വളവ്, കടലിനകത്തും വളവ്. കുനിഞ്ഞു കൊലിഞ്ഞ് എൻ്റെ അടപ്പ് ഇറച്ചി. ഇവരുടെ ഭൂഗർഭ ടണലാണ്, മനസ്സിലായില്ലേ? ഇതിനകത്താണ് ഇവരുടെ പ്ലാനിങ്ങും മീറ്റിങ്ങും മറ്റ് പരിപാടികളൊക്കെ ചെയ്തിരുന്നത്. ഇതിൽ ഈ ചേട്ടൻ കൂടെ ഉള്ളതുകൊണ്ടേ ഒറിജിനൽ മനുഷ്യനേതാ ഒറിജിനൽ അല്ലാത്ത മനുഷ്യനേതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല. ഓക്കെ. ഇതിനകത്ത് ഇതുപോലെയുള്ള കുറേ ട്രാപ്പുകളൊക്കെ ഉണ്ടെന്ന്. എന്തൊക്കെ പരിപാടികളല്ലേ, ഫുൾ ട്രാപ്പാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ അതെ വീണ്ടും എത്തക്കോ. ഇതിനകത്ത് മൊത്തം ഞക്കിയിലും വവ്വാലും ഒക്കെ ഉണ്ടെന്ന് കേട്ടോ. പുള്ളി എന്നോട് 50 മീറ്റർ ഉള്ളൊരു ടണലുണ്ട്, വേണം പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ. നമുക്കേ ഇവിടെ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്നൊക്കെ പറഞ്ഞ് പല ലെവലിലുള്ള ടണലുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്കിവിടെ ഫസ്റ്റ് ലെവൽ ടണലിൽ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. അതിന് താഴേക്കുള്ള ടണലുകളിലേക്കുള്ള പ്രവേശനം ഗവൺമെൻറ് നിരോധിച്ചിരിക്കുകയാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് മാത്രമല്ല റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു എൻട്രൻസ് കാണാൻ സാധിക്കും. ഇത് ഏതൊരു സെക്കൻഡ് ലെവൽ ടണലിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ you go through this and he will show you the entrance. Okay. We go.
സെക്കൻഡ് ലെവൽ ടണലിൻ്റെ എൻട്രൻസ്. ഫസ്റ്റ് ലെവൽ ടണൽ തന്നെ എങ്ങനെയാണ്? സെക്കൻഡ് ലെവൽ എന്തായിരിക്കും? What is it? Bat. Okay. ദേ പറന്നു പോകുന്നു. A lot of ഓക്കെ ദേ നിൽക്കുന്നത് ഇഷ്ടംപോലെ വവ്വാലുകളുണ്ട്. ഞർക്കിയിൽ അങ്ങനെയാണോ പ്രശ്നം? ബിഗ് ബങ്കർ. ഓക്കെ പരിപാടികളല്ലേ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഓ ദിസ് ഈസ് എൻട്രൻസ്. ഓക്കെ സെക്കൻഡ് ലെവൽ ടണലിലേക്കുള്ള എൻട്രൻസ് ആണ്. അതും ചെറിയൊരു സംഭവമാണ്. ഓക്കെ എന്താല്ലേ This is the kitchen. കിച്ചൺ. Yeah, but of course in the wartime no roof like this. Everything go flat. Okay. And they didn't make the chimney here. Uh-huh. The fire is down there, but when they cooking, the smoke will come out from here. From there, This is okay. the chimney. Okay. Underground chimney. ഓക്കെ. Yeah. അതായത് പണ്ട് കാലത്ത് യുദ്ധത്തിൻ്റെ സമയത്ത് ഇത് താമസിക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അണ്ടർഗ്രൗണ്ട് ചിമ്നി ഏരിയ ആണിത്. അപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്കിന് പുക വരുമല്ലോ. ഈ പുക വരാനായിട്ട് ഇവർ ട്രിക്ക് യൂസ് ചെയ്യുമായിരുന്നു. ഇവർ ഇതുള്ള സ്ഥലത്തുനിന്ന് മാറ്റി ഒരു ഭാഗത്തേക്ക് പുകയെ ഡൈവേർട്ട് ചെയ്ത് വിടുമായിരുന്നു. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് അതിരാവിലെ ഒരു ചെറിയൊരു മിസ്റ്റുള്ള സമയമുണ്ടല്ലോ, 5 മണി മുതൽ ഒരു 6 മണി വരെ. ആ സമയത്താണ് ഇവർ ഭക്ഷണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഒരു സമയത്തെ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ മോർണിംഗ് ടൈമിലാണ് ഇവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് ആ ഒരു പുക വരുന്നത് ആളുകൾ കണ്ടുപിടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ അവർ ചെയ്തിരുന്നത്. You can go down? Yeah, you go down here and you go to the next bunker, dining bunker. Okay. I see you in the dining bunker. Okay. ഇതിനകത്ത് ഇപ്പോഴും പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഉണ്ടോ പുകയുന്നുണ്ട് കണ്ടോ. ഇത് ഈ വരുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവർ ഇത്രയും സെറ്റപ്പ് ഇവിടെ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി ഡൈനിങ് ബങ്കറിലേക്ക് പോവാം. ഇതാണ് ഡൈനിങ് ബങ്കർ. എന്നേക്ക് ഇത്തരത്തിലാണ് ഇവിടെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ പല ബങ്കറുകൾ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. മനസ്സിലായില്ലേ? These are the food. Tapioca. Of the Viet Cong. Oh, you know it. Yeah. Yeah. The food of the Viet Cong in the wartime. ഓക്കെ. ഓക്കെ. കപ്പ പുഴുങ്ങിയത്, നമ്മുടെ കപ്പ പുഴുങ്ങില്ലേ. ഓ ഇതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയും കൂടെ ഉണ്ടായിരുന്നു. Peanut and sugar. വെട്ടി വിഴുങ്ങായിരുന്നു. ഇതിപ്പോൾ കപ്പ പുഴുങ്ങിയത് വിത്ത് പീനട്ട് ആൻഡ് ഷുഗർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പുഴുങ്ങിയ കപ്പ എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചായിരിക്കുമല്ലേ ഇവർ യുദ്ധം ചെയ്തത്. സമ്മതിക്കണം. ഇവർ മാത്രമല്ല, ലോകത്തെല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴുങ്ങിയ കപ്പ. ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് പുഴുങ്ങിയ കപ്പ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ ഇവിടുത്തെ ചേട്ടനില്ലേ, പച്ച ഡ്രസ്സ് ഇട്ട ചേട്ടൻ, പുള്ളി നമുക്കിപ്പോൾ ചായ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ, വിയറ്റ്നാമീസ് ചായ എലോങ് വിത്ത് കപ്പ പുഴുങ്ങിയത്. ഒരു ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്ന ഈ കപ്പ മുഴുവൻ ഞാനിവിടെ നിന്ന് കഴിച്ചാലേ അത്രയും വിശപ്പെനിക്കുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ 2-3 കഷ്ണം കഴിച്ച് ഞാൻ. എന്നാൽ ഈ കപ്പലണ്ടിയും അതേപോലെ തന്നെ പഞ്ചസാര ഉപ്പും ഇട്ടൊരു മിക്സ് മുക്കി എങ്ങനെയാണ് ഇവർ കപ്പ കഴിക്കുന്നത് അല്ലേ? പിന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് ഇച്ചിരി കപ്പ ഒഴുങ്ങിയത് കിട്ടുന്നത് തന്നെ വലിയ കാര്യം. അന്നേരമാണ് മീൻ കറി. ഇത് പോടാ അവിടെ നിന്ന്. These are the slippers. The special thing is, you know, in the wartime after the rain, the jungle would be muddy. നമ്മൾ സാധാരണ ചെരുപ്പ് ഇങ്ങനെയല്ലേ ഇടുന്നത്, പക്ഷേ ഇവർ തിരിച്ചിടുമെന്ന് ആ രീതിയിലാണ് ഇവർ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ചെളിയുള്ള സമയത്ത് ഈ ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോയ വഴി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം തിരിച്ച് ചെരുപ്പിടുന്ന രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ആളുകൾ ട്രെക്ക് ചെയ്തിട്ട് കൺഫ്യൂസ് ചെയ്യും. ഫുൾ കൺഫ്യൂസ് ചെയ്ത് മറ്റുള്ള പരിപാടികളാണ്, ട്രെക്കിംഗ് പരിപാടികളാണ് മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ ചെരുപ്പുണ്ടാക്കുന്ന ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാം. ഇവിടെ കാട്ടിലൂടെ നടന്ന് ബങ്കറിനകത്തൊക്കെ ഇറങ്ങി എൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ തടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മിലിറ്ററി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. ഇവിടെ ഇവരിപ്പം ബോംബിൻ്റെ വെപ്പൺസൊക്കെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവർ പണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു മിലിറ്ററി വർക്ക്ഷോപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വർക്കിംഗ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നോക്കി എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്ന കേട്ടില്ല. നോക്കി different type of traps. First trap, that's it, the one that you have seen over there. Okay. Trap. Second one, they set up like this. Mm-hmm. When you step on this side or that side, you fall down and the spike hit to your body, hit to your face. Okay. And you die Next immediately. Next one. Chair trap. Fish trap. Fish trap. That look very simple. But underneath of the trap, there will be a mini bomb. They put the trap down the hole. When the man he fell down,
he's still alive. Oh. He called his friends, his team, come to rescue him. When they pick it up, boom. They are fishes in one trap. അത് ശരി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലേ. This trap they set up like this. When you fall down a hole, normally you feel scary. You try to hold something, but when you raise up your hand, your arms, the spike hit through your arms. നമ്മൾ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ അവിടെ കടന്നോണം, രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ മരിക്കും. അതാണ് ചില ട്രാപ്പുകളുടെ സംഭവങ്ങൾ, മനസ്സിലായില്ലേ? ഇത് വിൻഡോ ട്രാപ്പ്. They set it like a window like this. When you fall down in the middle, the strap open, the spike cut your body. The heavier you are, the faster you die. Okay. This strap, when you fall down on the side or in the middle, you're still alive. When you get hurt, they hit to your belly. You try to get out by moving, but because the trap keep rolling like this, so the faster you move, the faster they move, faster you die. അടിപൊളി. എന്തൊക്കെ പരിപാടികളല്ലേ, എന്തൊക്കെ ട്രാപ്പുകളല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. There are 4 sticks, hidden stick in 4 directions. When you fall down in the middle, you activate the sticks. They cross through your legs. And the special trap, the door trap. For example, this is the door of the local house. Behind the door, there were trap. They hang it up like that, very high. When the door open, the trap will fall down. Some American, they were very fast. They try to stop the trap by hand. Okay. They can do it, but when they stop this upper part, the lower part it swing up. Swing, okay. Yeah, hit to the belly. Understood, okay. Yeah, they die anyway. പക്ഷേ എൻ്റെ പൊന്നെ, എന്തൊക്കെ പരിപാടികളല്ലേ. അതായത് നമുക്ക് ആയുധങ്ങളില്ലെങ്കിലും നമ്മൾ ആയുധങ്ങളില്ലാത്ത ഉള്ള ആയുധങ്ങൾ വെച്ച് നമ്മളത് ട്രാപ്പ് റെഡിയാക്കി സെറ്റാക്കി നമ്മളെടുത്ത് റെഡിയാക്കും. അതാണ് സംഭവങ്ങൾ. നമ്മൾ ഇനിയിപ്പോൾ സുവനീർ ഷോപ്പുണ്ട് ഇവിടെ, തിരിച്ചു കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കിനും സുവനീർ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. എന്നിട്ട് റബ്ബർ ചെരുപ്പില്ലേ, റബ്ബർ ചെരുപ്പ് വരെ വേണം വാങ്ങിച്ചുകൊണ്ട് പോകാം സുവനീറായിട്ട്. ദൈവമേ, എന്തൊക്കെ പരിപാടികളാണ് നോക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സുവനീറുകൾ, ടീഷർട്ടുകളും പിന്നെ ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ തായ്ലൻഡിലും ലാവോസിലും കംബോഡിയയിലൊക്കെ പോയപ്പോൾ കണ്ട ആ ഒരു ബാക്ക് പാക്കർ ക്രൗഡ് നിങ്ങളിവിടെ കണ്ടോ? ഇല്ല, കാണൂല. അതാണ് വിയറ്റ്നാമിൻ്റെ ഈ ഭാഗത്തെ പ്രത്യേകത. ഈ ബാക്ക് പാക്കർ ക്രൗഡ് എല്ലാം അങ്ങ് നോർത്തിലായിരിക്കും. ഹാനോയ്, സാപ്പ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അവിടെ ആയിരിക്കും ഇവരെല്ലാം. നമ്മളിനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തെ ടൂറെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവിടെ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ വായിക്കുന്ന, ട്രഡീഷണൽ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൽ വായിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറേ ഷോസൊക്കെ ഇവർ പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇത് സ്ഥിരമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഉള്ളതല്ലേ? പാട്രിയോട്ടിക് മ്യൂസിക്, ട്രഡീഷണൽ കുക്കിംഗ് സ്റ്റൈലിൽ ഇവിടെ പാചകം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. കേട്ടോ, നോക്കി, അടിപൊളി. ട്രഡീഷണൽ സ്റ്റൈലിൽ മുളയൊക്കെ വെച്ച് ഒരു ഗ്രില്ല് ചെയ്യുന്നതുണ്ടോ, എന്നിട്ടത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ട്രഡീഷണൽ മാർക്കറ്റ് നോക്കി. ഇത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ അല്ല കേട്ടോ, ഇതല്ലാതെ ഉള്ളതാണെന്ന് തോന്നുന്നു. അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ പല പരിപാടികൾ, പിന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വർത്ത് വിസിറ്റിംഗ് ആയിരുന്നു. ഞാനിവിടെ വരണ്ടെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ ഒരു വർത്ത് വിസിറ്റിംഗ് ആയിരുന്നു. ഇതുപോലത്തെ ടണലുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറച്ച് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആൻഡമാനിലുണ്ട് ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങൾ. ആൻഡമാനിൽ പോയിട്ടുള്ളവർക്കറിയാം. ഇനി നമ്മൾ അവിടെ നിന്ന് വണ്ടി കയറി നമ്മളിനി വെടിവെക്കാൻ പോവാണ്. ഇവിടെ ഒരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് റിയൽ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാമെന്നാണ് പുള്ളി പറയുന്നത്. ലെറ്റ്സ് ഗോ ആൻഡ് സീ. വലിയ ഗ്രൂപ്പുകളുടെ കൂടെ വരാം, ഇതുപോലെ ചെറിയ പ്രൈവറ്റ് ടൂർ എടുക്കാം. ഞാൻ ഇവരുടെ ഇവിടെ നിന്ന് ഒരു കമ്പനിയുടെ പ്രൈവറ്റ് ടൂറാണ് എടുത്തത്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ്, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ പ്രൈവറ്റ് ടൂർ എടുക്കാം, ഗ്രൂപ്പ് ടൂർ എടുക്കാം. അത് 20 പേരുടെ വണ്ടിയിൽ വരുന്ന ടൂർ ഉണ്ടാവും. അത് കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും. അങ്ങനെ പല റേറ്റിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ടൂർ ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നാഷണൽ ഡിഫൻസ് സ്പോർട്സ് ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വരുന്നത്. ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണല്ലോ, ഗേറ്റൊക്കെ തുറന്ന് പോകണമല്ലോ. വെടിവെക്കണം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നാഷണൽ ഡിഫൻസ് സ്പോർട്ട് ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. വെടിവിട്ടുന്ന ഷോട്ടൊക്കെ കേൾക്കാമല്ലോ, അടിപൊളി. ഒരു സെറ്റപ്പ് സ്ഥലമാണല്ലോ, അടിപൊളി. എനിക്ക് വന്നത് നമ്മുടെ ഷൂട്ടിംഗ് റേഞ്ച് ഇല്ലേ, അതുപോലത്തെ സംഭവം എന്തുവാണ്. ഷൂട്ടിംഗ് റേഞ്ച്, അത് തന്നെ പരിപാടി. മോനെ, ഇവിടെ AK-47 ഒക്കെ കിട്ടും. എനിക്ക് 60,000 ആണ് ഒരു ബുള്ളറ്റിന്. 60,000 എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്രോക്സിമേറ്റ് 200 രൂപയാണ് ഒരു ബുള്ളറ്റിന്. മിനിമം 10 ബുള്ളറ്റ് വാങ്ങണം. അത് പൊളിച്ചു. പക്ഷേ AK-47 10 ബുള്ളറ്റിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ലെറ്റ്സ് സീ. 20 bullets for AK-47. Done. പോയി കിട്ടി 4,000 രൂപ.
4000 രൂപയാണ് വെടിവെച്ച് കളയാൻ പോകുന്നത്. ഇത് നമ്മുടെ മിലിറ്ററിയുടെ ആണ് കേട്ടോ ഈ സ്ഥലം, വെറുതെ അല്ല. നമുക്ക് ഇവിടെ വെടിവെക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അത് കൊള്ളാം, പട്ടാളം വെടിവെപ്പിച്ച് പൈസ. പൊന്നേ, ഇവിടെ എല്ലാവരും AK-47 വെച്ച് വെടിവെച്ചോണ്ടിരിക്കുക. അടിപൊളി. എൻ്റെ ചെവി വയ്ക്കുന്ന സാധനം കേട്ടോ, ചെവി വയ്ക്കുന്ന സാധനമൊക്കെ തരും കേട്ടോ. പൊന്നേ, എന്തോ സൗണ്ടാണ് ഇത്, രക്ഷയില്ലാത്ത സൗണ്ടാ. എമ്മാതിരി സൗണ്ടാണ്. അങ്ങനെ ഞാൻ AK-47 വെച്ച് വെടിവെക്കാൻ പോണ സുഹൃത്തുക്കളെ. നമുക്കും കിട്ടി 3M സാധനം വെക്കാനായിട്ട്. വെച്ച് നോക്കട്ടെ. ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം വളരെ സോഫ്റ്റായിട്ട് ചെവി കേൾക്കുള്ളൂ, ഒന്നും കേൾക്കത്തില്ല. ഭയങ്കര നോയിസ് ക്യാൻസലേഷൻ. AK-47 സുഹൃത്തുക്കളെ ഞാൻ പൊന്നെ. ഇത് തിരിച്ച് ഫ്ലക്സ് ഉണ്ടല്ലോ, നമ്മൾ വെടി വെക്കുമ്പോഴത്തേക്കിനും ആ ബുള്ളറ്റ് പോകുമ്പോഴത്തേക്കിനും തിരിച്ച് അടിക്കുന്നൊരു പരിപാടിയില്ലേ, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അടിപൊളി. AK-47 20 ബുള്ളറ്റ്. ഇതാണല്ലേ എൻ്റെ ഒരു സാധനം. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു AK-47 ഇങ്ങനെ കൈ കൊണ്ട് തൊടാൻ പോകുന്നത്. പഴഞ്ച സാധനമാണ്. ഇതാണ് AK-47 ബുള്ളറ്റ്. കണ്ടോ, എൻ്റെ പൊന്നോ, ബാക്ക് ഫയർ കേട്ടോ. ഇതെങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. അതിന്റെ സാധനമൊക്കെ താഴെ തെറിച്ച് വീഴുന്നുണ്ട്. ഫില്ല് ചെയ്യുവാ വീണ്ടും. ഓക്കെ, you wanna try? Yeah. No, thank you. Oh, that's nice. Lower. Wow. അതാണ് പരിപാടി. ഇത് ഒരു തവണ അല്ല വെടി വെക്കുന്നത്, അടുപ്പിച്ച് ചടയെന്ന് പറഞ്ഞ് വെടി വെക്കണം. കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു. അത് വിളിച്ച് ഞാൻ വേർത്ത് ലൈക്ക് അങ്ങനെ വേണം വെടി വെക്കാൻ, മനസ്സിലായില്ല? അല്ലാതെ വെറുതെ അല്ല. പൊന്നെ, ഞാൻ വേർത്തു, വെടിവെച്ച് വേർത്ത്. എന്റെ അമ്മ അതിങ്ങനെ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോഴത്തേക്കും പറഞ്ഞ് ഇങ്ങനെ പോകുന്നേ. ഇവിടെ കുറച്ച് വെടിവെച്ച് കഴിയുമ്പോൾ ഇവിടെ വേദനയ്ക്ക് അറിയോ, ഇതിങ്ങനെ തിരിച്ചിങ്ങനെ അടിക്കുമല്ലോ. 4000 രൂപയാണ് ഫ്യൂ സെക്കൻഡ്സിന് വേണ്ടി ടുക്കു എന്ന് പറഞ്ഞ് വെടിവെച്ച് കളഞ്ഞത്. എന്നാലും കൊണ്ടാ വറുത്തല്ലേ. നമുക്ക് പറ്റുമോ വെടിവെക്കാൻ ഇതേപോലെ നമ്മുടെ നാട്ടിൽ AK-47 വെച്ചിട്ട്? ഇവരിവിടെ ബുംബം എന്നാണ് പറയുന്നത് കേട്ടോ ഇതിന്, നമ്മൾ പറയുന്ന പോലെ. ഇപ്പോൾ ഞാനേ അവിടെ ആ വെയിലത്ത് നിന്നൊരു 10-20 വെടി വെച്ചപ്പോഴത്തേക്ക് ഞാൻ വേർത്ത് കുളിച്ച്, വെടി വെച്ചതേ ഉള്ളൂ, ഞാൻ വേർത്ത് കുളിച്ചൊരു പരിവായി. അപ്പോൾ നമ്മൾ ഈ യുദ്ധഭൂമിയിലെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ പട്ടാളക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. അങ്ങനെ ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി. ഭയങ്കര മഴയാണ് പുറത്ത്, വീണ്ടും മഴ തുടങ്ങി. ഇന്ന് നേരത്തെ മഴ തുടങ്ങി. താങ്ക് യു സോ മച്ച്. Yeah, I've taken everything. Thank you so much. Yeah, you can keep this. Thank you. See you then. Bye-bye. Yes, പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. പുറത്താണെങ്കിൽ ഭയങ്കര മഴയായി. ശരിക്കും ഈ മഴ ഭയങ്കര പ്രശ്നമാണ്, കാരണം മഴയാണെങ്കിൽ നമുക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ, അതാണ് മഴയുടെ പ്രശ്നം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പറിലായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പോകണ്ട എന്ന് വിചാരിച്ചിരുന്ന സ്ഥലമാണ്, പക്ഷേ ഞാൻ പോയി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. നാളെ നമ്മൾ ഇവിടെ നിന്ന് വേറൊരു ടൗണിലേക്ക് പോവാണ്, വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫർദർ നോർത്തിലേക്ക് ഇങ്ങനെ നീങ്ങി പോകണം. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ see you guys tomorrow. ഞാൻ ഈ ടൂർ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഇഫ് യു വാണ്ട് കോൺടാക്ട്, യു ക്യാൻ കോൺടാക്ട് ദം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. See you guys tomorrow. Bye-bye.